മലയാള യാത്രാ വിവരണ രംഗത്തിന്റെ കുലപതി എസ്.കെ. പൊറ്റക്കാടിന്റെ ചരമവാർഷിക ദിനമാണിന്ന്. പതിവ് വായനാ ശൈലിയിൽ നിന്ന് മാറി മലയാളികളെ വായനയുടെ ലോകത്ത് പിടിച്ചിരുത്താൻ എസ്.കെക്ക് കഴിഞ്ഞു. കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ തേടിയലഞ്ഞ പരദേശി എസ്.കെ. പൊറ്റക്കാടെന്ന സാഹിത്യകാരനെ അടയാളപ്പെടുത്താൻ ഇതിലും നല്ലൊരു വിശേഷണം വേറെയുണ്ടാകില്ല. നമ്മൾ കണ്ട കാഴ്ചകളിലെ കാണാ കാഴ്ചകളെ അതിഭാവുകത്വമില്ലാതെ ആസ്വാദക മനസ്സിലേക്ക് കുടിയിരുത്തുവാനുള്ള ജീവസുറ്റ എഴുത്താണ് മലയാള സാഹിത്യ ലോകത്ത് ഒളിമങ്ങാത്ത ഓർമ്മകളായി എസ്.കെ. പൊറ്റക്കാടിനെ വേറിട്ട് നിർത്തുന്നത്. കോഴിക്കോട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് എസ്.കെ. എഴുത്തിന്റെ മാജിക്ക് എസ്.കെക്ക് അറിയാമായിരുന്നു. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ എന്നിങ്ങനെ 2 പ്രധാന നോവലുകളിലടക്കം എസ്.കെയുടെ കൃതികളിൽ എല്ലാം ഈ മാജിക്ക് പ്രകടമാണ്. കഥയിൽ കാൽപ്പനിക ഭംഗി പ്രസരിപ്പിക്കുന്ന ഭാഷയാണ് അദ്ദേഹം തന്റെ കൃതികളിൽ പ്രയോഗിച്ചിരുന്നത്. 1913 കോഴിക്കോടായിരുന്നു എസ്.കെ. പൊറ്റക്കാടിന്റെ ജനനം. കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ച ആത്മവിദ്യാ കാഹളത്തിൽ 1929 മകനെ കൊന്ന മദ്യം എന്ന കവിത പ്രസിദ്ധീകരിച്ചു. ആദ്യ കഥയായ രാജനീതി സാമൂതിരി കോളേജ് മാഗസിനിൽ പ്രസിദ്ധപ്പെടുത്തിയാണ് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്ന എഴുത്തുകാരൻ എസ്.കെ. പൊറ്റക്കാടെന്ന ചുരുക്കെഴുത്തുപേരിലേക്ക് എടുത്തുയർത്തപ്പെട്ടത്. അപ്പോഴും അരുണൻ എന്ന തൂലികാനാമത്തിൽ തീക്ഷണമായ ഹാസ്യവിമർശനങ്ങളും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും പിറന്നുകൊണ്ടേയിരുന്നു. യാത്രകൾ തന്നെയായിരുന്നു എസ്.കെയുടെ ജീവിതവും. ഒരു സഞ്ചാരിക്ക് വേണ്ട അന്വേഷണങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സാഹിത്യത്തിലുമുണ്ട്. എന്റെ വഴിയമ്പലങ്ങൾ എന്ന ആത്മകഥ എസ്.കെ. എന്ന സഞ്ചാര സാഹിത്യകാരന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നു. ഒരു ദേശത്തിന്റെ കഥയിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും 1980 ജ്ഞാനപീഠ പുരസ്കാരവും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. പകരം വെക്കാനില്ലാത്ത ഒരുപിടി സംഭാവനകൾ മലയാള സാഹിത്യത്തിന് നൽകിയായിരുന്നു 1982 ഓഗസ്റ്റ് 6 അദ്ദേഹത്തിന്റെ മടക്കം. ഇന്നും തനതായ കൃതികളിലൂടെ ഒരിക്കലും പകരം വെക്കാനാവാത്ത വിവരണങ്ങളിലൂടെ എസ്.കെ. എന്ന സഞ്ചാരി നമ്മുടെയൊക്കെ മനസ്സുകളിൽ തന്റെ സഞ്ചാരം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.